പാലക്കാട് കാണാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഞങ്ങൾ എങ്ങനെ ഊട്ടി വരെ എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതാണേ. പോണ വഴിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. പിന്നെ കുറച്ച് നേരത്തേക്ക് ഈ നോക്കത്തിൻ്റെ കാര്യം അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ വഴിക്കാണേ പോണത്. ഇറങ്ങുമ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പാലക്കാട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇറക്കിക്കൊണ്ട് വന്നത് വണ്ടി വീട്ടിൽ നിന്ന്. പക്ഷേ പോണ വഴിക്കാണ് പിന്നെ മെല്ലെ മെല്ലെ റൂട്ടൊക്കെ മാറ്റി നമ്മളെ ട്രിപ്പൊക്കെ മാറിക്കൊണ്ടിരുന്നത്. ഇനി ഞങ്ങൾ ഊട്ടിയിലേക്ക് വെച്ച് പിടിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി. എന്തൊക്കെയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലാണ് എൻ്റെ വീഡിയോ എടുക്കൽ. ടൂ വീലറിൽ പോകുന്ന ആയതിനെ കൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ. നമ്മുടെ നാട്ടിൽ ഇത്തവണത്തെ മഴ തുടങ്ങിയ ആ ദിവസമാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുന്നത്. രാവിലത്തെ ചായ ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിലമ്പൂർ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ബാഗിൽ ആകെ ഒരു വണ്ട് യൂസ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ മാത്രമേ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾ കരുതാറുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ കാര്യം ആയതുകൊണ്ട് ഏത് വഴിക്ക് പോയാൽ ചിലപ്പോൾ അവിടെ സ്റ്റേ ചെയ്തെന്ന് വരും. അപ്പം ഞങ്ങൾ മുൻകരുതലായിട്ട് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ നിലമ്പൂർ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. പണ്ടത്തെ ഒരു കാഴ്ച, കാളവണ്ടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ രണ്ടാളും ഈ ടൂ വീലറിൽ പോയ യാത്രകളിനേക്കാളും അധികമായിട്ടൊന്നും കാറിലും ട്രെയിനിലൊന്നും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ ബൈക്കിൽ തന്നെയാണ് പോയിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളും കംഫർട്ടബിളും ഈ ടൂ വീലറിലുള്ള യാത്ര തന്നെയാണ്. ഇപ്പോൾ ഈ വർഷത്തെ രണ്ടാമത്തെ ട്രിപ്പാണ്. വെക്കേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയതാണേ. കൊടുങ്ങല്ലൂർ പോകാനായിട്ടൊരു നേർച്ച ഉണ്ടായിരുന്നു കുറേ മുന്നേ. അപ്പം ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് വെച്ച് പിടിച്ചു. പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ റൂം എടുത്തിട്ട് ഞങ്ങൾ വൈകിട്ടോടെ കൊടുങ്ങല്ലൂർ തൃപ്രയാറ് പോയി. ആ വഴിക്ക് തൃപ്രയാറ് പോയി. പിന്നെ ചോറ്റാനിക്കരയും കൂടി പോയിട്ടാണ് വന്നത്. അത് 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതും അത്ര നീളമെന്ന് വിചാരിച്ചല്ല. അതിൽ എക്സ്ട്രാ തൃപ്രയാറും ഇതൊക്കെ ഇൻക്ലൂഡ് ആയതാണ്. ചോറ്റാനിക്കരയൊക്കെ ഞങ്ങൾ പിന്നീട് തീരുമാനമായിട്ട് പോയതാണ്. പക്ഷെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ കാണാനായിട്ടൊക്കെ പറ്റിയ ആദ്യമായിട്ടാണ് എനിക്ക് പോകുന്നത്. അതുപോലെ ഇതും ഒരു പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ്. കാറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഛർദി ആയതുകൊണ്ട് രണ്ടാക്കും പറ്റില്ല. പിന്നെ ബൈക്ക് തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഞങ്ങൾ ഊട്ടിയിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണേ. ബോർഡൊക്കെ കണ്ടില്ലേ. ടൂ വീലറിൽ പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഷെയ്ക്ക് ആവുന്നുണ്ട് വീഡിയോ ഒക്കെ. അപ്പം പിന്നെ ലൈറ്റിന് ഷെയ്ഡ് വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഫോണിനായിട്ട് വരുന്നുണ്ട്. നമ്മളെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വിട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് ഭയങ്കര പറയാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് ആയാലും. നല്ല വെയിലുള്ള സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കൂളിംഗ് ആയി. കുറേ മരങ്ങളൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ പോണ വഴിക്ക് കാണുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടേ. ഇത് കണ്ടില്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് നട നിർത്താനായിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്ത് സൈഡൊക്കെ നിർത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പറ്റിയ നല്ല ഒതുക്കൊക്കെ ഉള്ള സ്ഥലം നോക്കിയിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കേ. അവിടെ കോട ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നത് ആ മലയുടെ മുകളിലായിട്ട്. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അത് ഞങ്ങൾ ക്യാമറയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നാടുകാണി ചുരമാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അപ്പം നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നു. അങ്ങനെ ഊട്ടിയുടെ മെയിൻ അട്രാക്ഷനായ നമ്മളെ പൈൻ മരങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പോയിന്റിൽ എത്തിയിട്ടുണ്ടേ. അപ്പം ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, തിരക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മെല്ലനെ കയറാനുള്ള പരിപാടി നോക്കുകയാണേ. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയതാണെങ്കിലും ഇപ്പം കുറച്ചൊക്കെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചധികം മുന്നോട്ട് പോയപ്പം നമ്മളെ കോഴിക്കോടുള്ള നടുവട്ടം സ്ഥലം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഊട്ടീൻ്റെ അടുത്തായിട്ട് ഒരു നടുവട്ടം ഉണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. കാണാനും നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ നല്ല പേടി പിടിച്ചിട്ടുള്ളൊരു ഓട്ടമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ പെട്രോൾ ഏകദേശം തീരാനായിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരണ്ടല്ലോ. ചോദിക്കാനായിട്ട് ഒരു ആളും ഉണ്ടായിരുന്നില്ല. ഈ ചുരം കയറി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരാളെയും കാണാനും ഇല്ല. പിന്നെ ഒരു കടയുടെ മുന്നിൽ, സൈഡിൽ കാണുന്ന കടയുടെ മുന്നിൽ എന്തിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നത് ഒരു 10 കിലോമീറ്റർ പോയാൽ 12 കിലോമീറ്റർ പോയാൽ
പെട്രോൾ പമ്പ് ഉണ്ട് എന്നൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് ഗൂഗിൾ മാപ്പൊക്കെ വെച്ചിട്ട് ഏകദേശം നോക്കിയിട്ട് പോവുകയാണ്. പിന്നെ ചാർജും തീരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പവർ ബാങ്ക് കുത്തിയിട്ടാണ് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം പെട്രോൾ പമ്പ് എത്തിയെന്ന് തോന്നുന്ന സമയത്താണെങ്കിൽ ഗൂഗിൾ മാപ്പ് വീണ്ടും വീണ്ടും 10 കിലോമീറ്റർ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഇത് ഓട്ടിച്ചെത്താന്നുള്ളൊരു വലിയ ടാസ്ക് ആയിരുന്നു. എങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച അവസാനം കേട്ടോ പെട്രോൾ. ഞങ്ങൾക്ക് ഫുഡിനെക്കാട്ടിയും ഏറ്റവും ഫസ്റ്റ് കിട്ടേണ്ടത് പെട്രോളായിരുന്നു. കാരണം മുന്നോട്ടേക്ക് വഴി അറിയാത്തയും ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ ചെന്നിട്ട് പെട്ടുപോകുന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഒരുമിച്ച് ബൈക്കിലിറങ്ങി പുറപ്പെട്ടതാണല്ലോ. അങ്ങനെ പെട്രോൾ അടിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ സ്വന്തം കോഴിക്കോട്ടുകാരുടെ ഫുഡ് തന്നെ കഴിച്ചേക്കാന്ന് കരുതിയിട്ട് മലയാളികളുടെ റെസ്റ്റോറൻറ്റ് തന്നെ കയറി. ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ നാട്ടിൽ വന്നിരിക്കണ പോലെ തന്നെ. കാരണം ഒരുപാട് മലയാളീസാണ് ഉള്ളത്. അപ്പം നമുക്കൊരു വേറൊരു സ്ഥലത്ത് പോയൊരു തോന്നലേ ഉണ്ടായില്ല. നമ്മൾ നാട് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അധികം കഴിക്കാറ് ദോശ, സാമ്പാർ, ഇഡ്ഡലി, അങ്ങനെ പിന്നെ നോൺ വെജ് കഴിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ നമ്മൾ ബിരിയാണിയെ കഴിക്കാറുള്ളൂ. കാരണം അതേ ഞങ്ങൾക്ക് പിടിക്കുള്ളൂ. അതുകൊണ്ട് അത് തന്നെ നോക്കി ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. റെസ്റ്റോറൻറ്റ് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. തലശ്ശേരിക്കാരുടെ തക്കാരം റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമുക്ക് എങ്ങനെയായാലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ പറ്റുമല്ലോ. റൂമിൽ കയറി ഒന്ന് ഫ്രഷായി ഇറങ്ങണ സമയമാകുമ്പോഴേക്കും ഊട്ടിയിൽ മഴ തുടങ്ങിയിട്ട് പ്രാവശ്യത്തെ വരുന്ന സമയത്തൊന്നും ഒരു മഴയുടെ ലക്ഷണം ഒന്നും ഉണ്ടായില്ല. നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ ഞങ്ങളൊന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ച സമയത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്ത് ഞങ്ങൾ ചാടി. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഊട്ടിയിലെ അപ്പർ ബസാറിലുള്ള റോസ് ഗാർഡനിലാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വിചാരിച്ച പോലെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ കാര്യമായിട്ട് എന്തോ ഒരു എക്സിബിഷൻ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. മഴയൊന്നും നോക്കാതെ തന്നെ ആൾക്കാർ കയറുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തു നിന്നൊരു കുട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിയ കുടയായിരുന്നു. പിന്നെ ഇതും കൊണ്ട് എങ്ങനെ ബൈക്കിൽ പിന്നെ പോകുമെന്നുള്ളതായിരുന്നു ചിന്ത. എന്തായാലും കണ്ണും പൂട്ടി ഞങ്ങൾ വാങ്ങിച്ചു. പക്ഷേ കുട വാങ്ങിച്ചതോടെ മഴ അങ്ങോട്ട് നിന്നു. പിന്നെ ചെറിയ ചാറ്റൻ മഴ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് നടന്നു. കുടയും വലിച്ചു കുത്തി നടക്കാൻ ഒരു മടിയും. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കുട മടക്കി പിടിച്ച് കുത്തി നടക്കാൻ തുടങ്ങി. ഊട്ടിയിൽ പണ്ട് വന്ന ഓർമ്മയിൽ അന്നത്തെ അത്ര തണുപ്പില്ല ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് ഞാൻ ചെറുതാകുമ്പോൾ സ്കൂളിൽ നിന്ന് പോയതാണ് ടൂറായിട്ട്. ഏട്ടൻ ഇതുവരെ ഊട്ടി കണ്ടിട്ടില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അന്ന് കാല് പോലും നിലത്ത് വെക്കാൻ പറ്റാത്ത അത്രയും തണുപ്പിലാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ ഇപ്പം അങ്ങനെ അത്ര തണുപ്പായിട്ട് തോന്നുന്നില്ല. എന്നാലും മഴയൊക്കെ വന്നപ്പോൾ ഒന്ന് തണുക്കുന്നുണ്ടെങ്കിലും പക്ഷെ അന്നത്തെ ആ തണുപ്പായിട്ട് ഒരു സാമ്യമില്ല. കുറേയൊക്കെ വ്യത്യാസം വന്ന കാലാവസ്ഥേൻ്റെ പ്രശ്നമാണോ ഇനി സീസണായിട്ട് മാറ്റം വരുന്നതാണോ എന്നറിയില്ല. കടൽ കുതിര, ഫിഷ്, പിന്നെ ആമ, അങ്ങനെ കുറേ സാധനങ്ങൾ റോസ് കൊണ്ട് ഇവരുണ്ടാക്കിയിട്ട് എക്സിബിഷനായിട്ട് കാണാനായിട്ടുണ്ട് കേട്ടോ. പലതരം വെറൈറ്റി റോസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലൊന്നും കാണാത്ത അത്രയും റോസുകളുടെ കളക്ഷൻ ഉണ്ട് ഇവിടെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ. പിന്നെ ഇത് തുടങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. റോസൊക്കെ കുറച്ചൊക്കെ അഴുകി വന്നിട്ടുണ്ട്. അപ്പം ഈ മഴ കൂടി വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ അധികം ദിവസം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഊട്ടിയിൽ എത്തിയതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊരു ട്രൈപോഡ് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് നല്ല വീഡിയോ ഷേക്ക് ആവുന്നുണ്ട്, എടുക്കാനേ പറ്റുന്നില്ല. പിന്നെ ഇത് അപ്ലോഡ് ആക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലൊന്നല്ല കേട്ടോ അത് എടുക്കുന്നത്. മോനൊരു രസമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് എടുത്ത് വെക്കുന്നതാണ് പലതും. പിന്നീടൊന്ന് ഒരു വൺ ടൈം എങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ളൊരു രസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഈ ഗാർഡൻ്റെ നടുക്കായിട്ട് വലിയൊരു കിണറുണ്ട്. കിണർ തന്നെയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. മീനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ കയറിയിരിക്കുന്നുണ്ട് ഓരോരോ സ്ഥലത്ത്. അപ്പം നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മെല്ലെ ഇറങ്ങുകയാണ്. ഏക്കർ കണക്കിന് ഭൂമി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടന്ന് തീർത്താലല്ലോ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇന്നിനിപ്പോൾ എത്ര സ്ഥലം കാണാൻ പോകാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയില്ല. കാരണം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡും കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമയമായിട്ടുണ്ട്. പിന്നെ മഴ നമ്മളെ ചതിച്ചല്ലോ. റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയപ്പോൾ സമയത്തിന് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ടൈമായി. ഇവിടെ തന്നെ ഇപ്പോൾ ടൈമിങ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. എന്നാലും പറ്റി, എങ്ങനെയൊക്കെയോ ടിക്കറ്റ് കിട്ടി. അച്ഛനും മോനും മുന്നിൽ നടക്കുകയാണ്. അങ്ങനെ ഞാൻ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോഴാണ് ഒരു ചെടീൻ്റെ കണ്ണിൽപ്പെട്ട ചെറിയ ചെറിയ പിങ്ക് കളറുള്ള പൂക്കൾ കണ്ടില്ലേ. അത് പണ്ട് ഞാൻ എണ്ണുകൂടി മലയിലൊക്കെ പൂ പറിക്കാൻ പോകും ഓണത്തിൻ്റെ സമയത്ത്. അപ്പോൾ ആ പൂവാണെന്ന് എനിക്ക് പെട്ടെന്ന്
കണ്ടപ്പം തോന്നി. ചെറുതാകുമ്പോൾ ഉള്ള ഓർമ്മയാണ്. നിങ്ങൾ പോകുമ്പോ കൊണ്ടുപോവോ? അതിനെ ഇടിക്കുന്നുണ്ടല്ലോ. എനിക്ക് എന്ത് ശ്യാമനാടോ മേലെ പോടോ. കോട, അതാണ് കോട. അമ്മേ, ഞങ്ങളൊരു പക്ഷേ ഇത്രയും ഫ്രീ ആയിട്ടും ഹാപ്പി ആയിട്ടും നടക്കുന്നത് ബൈക്കിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പം ആ റൂമിൽ അവിടെ എവിടെയെങ്കിലും സൈഡായിട്ട് കിടക്കുന്നുണ്ടാകും. ചിലപ്പോൾ റൂമിൽ വരെ എത്തിക്കൊള്ളണമെന്നില്ല. വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി വോമിറ്റിങ് തുടങ്ങി ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ കിടക്കേണ്ടി വരും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്, ട്രാവലിങ്ങേ പറ്റില്ല. ഇപ്പം മോനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഏകദേശം. പിന്നെ മെല്ലെ മെല്ലെ മാറ്റി കൊണ്ടുവരണം, ശരിയാണ്, എല്ലാവരും പറയാറുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, 2 വീലറിൽ ഇങ്ങനെ കറങ്ങാൻ പോവുക. അതും കൊല്ലത്തിൽ ഒരിക്കലോ 2 തവണയൊക്കെ ഉള്ളൂ കേട്ടോ, അതിൽ കൂടുതലൊന്നുമില്ല. അത് നമുക്ക് പറ്റുന്ന ദൂരങ്ങളിൽ മാത്രമേ പോവുള്ളൂ. ഇപ്പോഴാണ് നമ്മൾ ഊട്ടി വരെ എത്തിയത്. ഇനി അങ്ങോട്ടേക്ക് പോവോ മാറ്റം വരുമോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. ഓരോരോ പ്രായം വരുമ്പോൾ എങ്ങനെയാവുന്നൊന്നും പറയില്ല, ഇപ്പോഴൊന്നും ചിന്തിച്ച് വെക്കുന്നില്ല. എന്നാലും ഞങ്ങൾ ഈ ഒരു ടൈം ഞങ്ങളെ ഹാപ്പി ആക്കി വെക്കുന്ന ഒന്നാണ്. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ്. റൂമിലേക്ക് പോരുന്നതിന് മുന്നേ ഫുഡ് എന്തെങ്കിലും കഴിക്കണം, പിന്നെ ഈ തണുപ്പത്ത് ഇറങ്ങാനാവില്ലല്ലോ. അതുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറി. അടുത്തുള്ള ഹോട്ടലിൽ തന്നെ തപ്പി പിടിച്ച് കയറിയതാണ് കേട്ടോ. ഒരു 8 മണിയോടുകൂടി നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയി. പിന്നെ രാവിലെ തന്നെ ഇറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അതുവരെയുള്ള ടൈമിനുള്ളിൽ കുറച്ച് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം, അത്രേ വിചാരിക്കണുള്ളൂ. പിന്നെ ഒരുപാട് കാണണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കാണാതെ പോകുന്നതിനെക്കാട്ടി നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നത്. കുറച്ച് ദിവസങ്ങളൊക്കെ വന്ന് വീണ്ടും ഞങ്ങൾ തക്കാരയിലാണ് കയറിയത് രാവിലെ. ഇപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ബോട്ടിൽസൊക്കെ പൊട്ടുന്ന കുപ്പിയാണ്. നല്ല കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പൂരി വാങ്ങിച്ചു, പിന്നെ ഉഴുന്നുവടയും വാങ്ങിച്ചു. ആൾക്കാരൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നേ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൊട്ടടുത്ത് ക്യാരറ്റ് വിളവെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരുവിധം തോട്ടത്തിലൊക്കെ ക്യാരറ്റ് വിളവെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് കാണാനായിട്ട് പോയി. റോഡ് സൈഡിൽ ഒരുപാട് വലിയ ലോറികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ലോഡ് കയറ്റാനായിട്ട്. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. കുതിര സവാരികളൊക്കെ കണ്ടു. മഴ പെയ്തുകൊണ്ട് തന്നെ പിന്നെ കുതിര സവാരിയൊക്കെ ഇനി ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ കുതിര സവാരിയൊക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്ലിപ്പാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും സാഹസത്തിന് മുതിരുന്നില്ല. പിന്നെ നാട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങാൻ കരുതി. ഇന്നലെ റൂമിലേക്ക് വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ടേസ്റ്റ് പിടിച്ചതുകൊണ്ട് തന്നെ കുറച്ചധികം വാങ്ങാമെന്ന് കരുതിയിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറി. നമ്മളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടുന്ന് ചോക്ലേറ്റ്സ് വാങ്ങി. പിന്നെ വണ്ടിയുടെ ടയറിന് ചെറിയൊരു കാറ്റിൻ്റെ കുറവുള്ളതുപോലെ തോന്നി. പിന്നെ ചുരമൊക്കെ ഇറങ്ങി പോകേണ്ടതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് നോക്കിച്ചു. പിന്നെ നമ്മളിനി ഓരോരോ പോക്കിൽ പോകുന്നതുകൊണ്ട് റൂം വെക്കറ്റ് ചെയ്തു കേട്ടോ. രാവിലത്തേക്കായിരുന്നു, അപ്പം റൂം വെക്കറ്റ് ചെയ്തിട്ടാണ് പോരുന്നത്. പിന്നെ നമുക്ക് ഓവർ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ബാഗ് മാത്രം ആയതുകൊണ്ട് നമ്മൾ ആ പോണ പോക്കിൽ. അപ്പം ഇപ്പം ഒരു കുട കൂടി ഉണ്ട് ബാഗിന് കൂടെ. അപ്പോൾ അതെന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ പോക്ക്. കണ്ട ഹോഴ്സ് പാർക്ക് എന്നേ പറയുള്ളൂ കേട്ടോ. ഒരുപാട് കുതിരകളുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലത്ത്. അങ്ങനെ അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു വരുമ്പം ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നിർത്തുകയാണ്. പിന്നെ അടുത്ത സ്ഥലം നമ്മളെ പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റിലേക്ക് കയറാം. പൈൻ ഫോറസ്റ്റിന്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. പെർ പേഴ്സൺ 30 റുപ്പീസാണ് ഇവർ. പൈൻ ഫോറസ്റ്റിലേക്ക് കടക്കാനുള്ള ഉന്തും തള്ളാണ്. ഇനി അങ്ങോട്ട് പലതരം അഭ്യാസങ്ങൾ കാണാൻ പറ്റിട്ടോ. എന്താ വെച്ചാൽ മഴ പെയ്തിട്ട് നല്ലോണം സ്ലിപ്പാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോനം വെച്ചിട്ട് എങ്ങനെ ഇറങ്ങും എന്നൊക്കെ ഒരു ഡൗട്ടിലാണ്. ഇറങ്ങണോ തിരിച്ച് പോകണോ, ഇനി ടിക്കറ്റിന് പൈസ പോയാലും വേണ്ടില്ല എന്ന് കരുതി. പക്ഷെ ഇവിടെ വരെ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കാണാതെ പോയാലും എങ്ങനെയാണ് എന്നൊരു ചിന്ത വന്നപ്പോൾ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പിടിച്ച് അങ്ങോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങളിങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഓരോരുത്തർ വീഴണ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിന്നു. ആദ്യമായിട്ട് ഊട്ടി കാണാൻ വന്ന ഏട്ടൻ്റെ മോഹം അങ്ങനെ തീർന്നു. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഉള്ളിലൊരു പേടിയായിരുന്നു, അങ്ങാനും വീണ് പോയാൽ തിരിച്ച് നമ്മൾ ഊട്ടി എത്തേണ്ടതല്ലേ നാട്ടിൽ. കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്കൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ സ്ലിപ്പ് അധികം ആവുന്നുണ്ടായിരുന്നു. പിന്നെ ആ ലേക്കിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഒരുപാട് തരം ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് ഭാഷകളുള്ള ആൾക്കാർ. പിന്നെ കണ്ണെത്താത്ത ദൂരത്തോളം പരന്നെടുക്കുന്ന ലേക്കാണ് കേട്ടോ. പച്ച കളറാണ്, എന്താണെന്നറിയില്ല, പൂപ്പലുകൊണ്ടായിരിക്കും അല്ലേ. ഈ ലേക്കിൻ്റെ അപ്പുറത്തെ സൈഡിൽ
കുതിരസവാരി നടക്കുന്നുണ്ട്. അപ്പം മോനത് കണ്ടപ്പോൾ നല്ല ആഗ്രഹം പറഞ്ഞു. പക്ഷെ നോക്കിയിട്ട് ഒട്ടും ഞങ്ങൾക്ക് പറ്റുണ്ടായില്ല. കാരണം അവിടെ നല്ല സ്ലിപ്പാണ്, കുതിരയ്ക്ക് പോലും നിൽക്കാൻ കഴിയണില്ല. എന്തിനാ വെറുതെ കയ്യോ കാലോ ഒടിഞ്ഞിട്ട് അവിടെ കിടക്കുക എന്നല്ലാതെ വീട്ടിലെത്താനുള്ള വഴി ഉണ്ടാവില്ല, കാരണം 2 വീലറല്ലേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ വേറൊരു ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ഈ സ്ഥലത്തിന് ഷോളൂറിനാണ് കേട്ടോ പറയുക. ഷോളൂർ വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങോട്ടുള്ള വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ട് അതിനെ ഞങ്ങളെ കാണിക്കണമില്ല. ഇനി എങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത്തായി പോകും. എനിക്ക് അത്ര ലെങ്ത്തുള്ള വീഡിയോസ് ഇട്ട് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അവിടുന്ന് ഞങ്ങൾ കട്ട് ചെയ്ത മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് തീരുന്നത് അറിഞ്ഞില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. വേറൊരു കടയിൽ നിന്ന് ക്യാരറ്റ്, പിന്നെ കുറച്ച് നേരം ഒരു ഷോ ആയിരുന്നു. ഊട്ടിയിൽ വന്നാൽ ഊട്ടി ക്യാരറ്റ് വാങ്ങി 2 ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അപ്പോൾ ഞാനും എടുത്തു 2-3 എണ്ണം. എന്തോ പണ്ടേ ക്യാരറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ വിട്ട് വന്നാൽ ഒന്നും കഴിക്കാനില്ലെങ്കിൽ ക്യാരറ്റ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് അത് കഴിക്കും, അല്ലെങ്കിൽ തക്കാളി എടുത്ത് കഴിക്കും. അതൊക്കെയായിരുന്നു എൻ്റെ ഹോബി ചെറുതാവുമ്പോൾ. ഇപ്പം ആ ശീലങ്ങളൊക്കെ പോയിട്ടോ. ക്യാരറ്റ് കാണുമ്പോൾ പക്ഷേ അതൊക്കെ ഓർമ്മ വരും, ഇത്രയേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങനെ നമ്മൾ ഓരോരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോവുകയാണ്. വാട്ടർഫോൾസ് TTDC ബോട്ട് ഹൗസ് ആണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയപ്പോഴേ ചക്ക വിൽക്കുന്ന ടീമിനെ കണ്ടിട്ടോ. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നല്ല ലാഭത്തിന് ചക്ക പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ വിറ്റ് പോകുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ സീസൺ ആകുമ്പോൾ ചക്കയായിട്ട് ഇങ്ങോട്ട് പോന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഞാനും കെട്ടിയനോട്. പിന്നെ ഈ ഭാഗത്തൊന്നും അങ്ങനെ പ്ലാവേ കാണാറില്ല കേട്ടോ. ഞാൻ ഒരുപാട് നോക്കി, എവിടെയും ചക്കയൊന്നും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ കുറേ ക്യാരറ്റ്, ബീട്രൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തു. പോണ വഴിക്ക് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി നടുവൊക്കെ ഒന്ന് നിവർത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ കറക്കട്ടോ. ഇങ്ങനെ ഒരു ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ചായക്കടയൊക്കെ തപ്പി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഒരു സ്ഥലം. അവിടെ ഒരു അമ്മയും മോനുമായിട്ടോ ചായക്കട നടത്തുന്നത്. 2 കടയായിട്ടാണ് നടത്തുന്നത് അവർ. അപ്പുറത്ത് വേറെ ഒരു ബന്ധുവിൻ്റെ തന്നെ കട തന്നെയാണ്. അവിടെ ആളില്ലാത്തതുകൊണ്ട് അവരുടെ മോനാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവിടെ നിന്നൊരു ചുട്ട ചോളവും ചായയും കുടിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഒരു ബ്ലോക്ക് കിട്ടിയിട്ട് ആ ബ്ലോക്ക് കിട്ടിയപ്പോഴാണ് ആ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് കോഴിക്കോട് നമ്മളെ ടൗണിൽ പോയ ഒരു ഫീല് തോന്നി. അങ്ങനെ ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ പോലെ ഒന്ന് പോയി നോക്കുകയാണ്. ആ കാട്ടിലൂടെയുള്ളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുറേ ആയി പറഞ്ഞുകൊണ്ടിരിക്കണു. ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടോ. നല്ലൊരു യാത്രയായിരുന്നു. കുറേ സ്ഥലമുണ്ട് കാണാനായിട്ട്. അതെ, ആന, അത് ആള് ഇരിക്കണ ആനയാണ് കേട്ടോ. കാട്ടുപോത്തും മയിലും ഒരുപാട് മാനുകളും ഒക്കെ ഉണ്ടായിരുന്നേ. മസനഗുഡി വഴി പോകാനുള്ള ഒരു ആഗ്രഹം കാരണം മാത്രമാണ് ഇത്രയും കിലോമീറ്റർ വന്നത്. വീണ്ടും നമ്മൾ ആ ബ്ലോക്ക് കുടുങ്ങിയ ഊട്ടിയുടെ ആ സിറ്റിയിലേക്ക് എത്തണം. എന്നിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് തിരിച്ച് പോകാനായിട്ട്. അപ്പോഴേക്കും കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 2-3 മഴയൊക്കെ കിട്ടി. പിന്നെ നാട്ടിലേക്ക് ഫുൾ പെരുമഴയത്ത് നട്ടപ്പാതിരിക്കാണ് വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. 2 വീലർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കോട്ടൊന്നും ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മഴ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ചൊരു യാത്രയായിരുന്നു. നല്ല കോട ഉണ്ടായിരുന്നു. 2 വീലർ കണ്ണൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, എന്നാലും സൈഡൊക്കെ നിർത്തി. പിന്നെ ഞങ്ങൾ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ടാറ്റ ബൈ ബൈ, സീ യു.